പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ ധ്യാനിക്കുകയും ആ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മോടൊപ്പം ഓൺലൈനായിട്ട് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണ ലോകത്തിൻ്റെ മേൽ വർഷിക്കപ്പെടുവാൻ ഈ കരുണ ആവശ്യമായിട്ടുള്ള നിരവധി ആളുകൾ, പക്ഷെ നമുക്കറിയാവുന്ന പല വ്യക്തികളുമുണ്ട്. ഒത്തിരിയേറെ വേദനിക്കുന്നവർ, ദൈവത്തിൻ്റെ സഹായം ആവശ്യമായിട്ടുള്ളവർ, അവരെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ കരുണയുടെ സമൃദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. കരുണയുടെ നിറകുടമായിട്ട് നമുക്ക് കാണാവുന്ന യേശുക്രിസ്തുവിനെ ഈ അൾത്താരയിൽ കണ്ടുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ചാരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വലിയവനാണ്, സർവശക്തനായ ദൈവമാണ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിച്ച് അങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ അങ്ങ് ഉത്തരം അരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കൃപയും കരുണയും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിരിക്കാം. ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കരുണയുമായി ചേർന്ന് കിടക്കുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ആ കരുണയുടെ ഒഴുക്ക് കൂടുതൽ ശക്തമാകും. നമുക്കറിയാം, നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചാലും അതിന് കുറേ അക്സസറീസ് ഉണ്ട്. അതെല്ലാം കൂടെ വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രവർത്തിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്കതിലൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കരുണയുടെ അക്സസറീസായിട്ട് ദൈവവചനം എടുത്തു കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു വചനം നമുക്കെടുക്കാം. സങ്കീർത്തനം 85 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 85 10-ാമത്തെ വചനം: കരുണയും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. അപ്പോൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. കരുണയും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഇവ എത്ര ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിശ്വസ്തത, അതിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ അർഹത നേടുകയാണ്. വചനം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, വിശ്വസ്തനോട് ഞാൻ വിശ്വസ്തനായിരിക്കും. നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാൽ ദൈവം അതനുസരിച്ച് നമ്മെ അനുഗ്രഹിച്ചുയർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിശ്വസ്തരായ വ്യക്തികളോട് അങ്ങനെയൊരു പ്രതിബദ്ധത ദൈവത്തിനുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വിളിക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവനായി മാറുമ്പോൾ അതനുസരിച്ച് ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തുന്ന അനുഭവം ഉണ്ടാകും എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വചനം. നമ്മൾ ദൈവ കരുണയുമായി ബന്ധപ്പെട്ട ചേർന്ന് പോകുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവകരുണയ്ക്കായിട്ട് ഒരുക്കാൻ പറ്റും. നിയമാവർത്തനം 7:12: കർത്താവിൻ്റെ നിയമങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുന്നവരുടെ മേൽ ദൈവം ഉടമ്പടിയും
കരുണയും പുലർത്തും. വിശ്വസ്തത നമ്മൾ കണ്ട്, കരുണയും വിശ്വസ്തതയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അപ്പം ആ വിശ്വസ്തത പുലർത്തുമ്പോൾ ഇസ്രായേലിനോടാണേലും ഇസ്രായേൽ ജനതയോട് കർത്താവ് ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ നിയമങ്ങൾ വിശ്വസ്തതയോടെ പാലിക്കുന്നവരുടെ മേൽ ദൈവം ഉടമ്പടിയും കരുണയും പുലർത്തും. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിളിയുണ്ട്. ഒരുപക്ഷെ സമർപ്പിതരാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വ്രതങ്ങളുണ്ട്. ഇനി നമ്മളിൽ പലരും നേർച്ചകൾ നേരാറുണ്ട്. ഇവിടെയെല്ലാം ഒരു കാര്യം വളരെ ആവശ്യമാണ്, വിശ്വസ്തത. നേർച്ച നേർന്നാൽ നിറവേറ്റണം, വ്രതമെടുത്താൽ വ്രതം അനുഷ്ഠിക്കണം, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. അതിന് വിശ്വസ്തത വളരെ ആവശ്യമാണ്. ആ വിശ്വസ്തത നമ്മൾ കാട്ടുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ, അതുപോലെ തന്നെ നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ ഒഴുകി വരും എന്നുള്ളതാണ് ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശം. സങ്കീർത്തനം 23 6 വചനം എടുക്കുമ്പോൾ, കർത്താവിനെ ഇടയനായി കാണുന്നവരുടെ മേൽ ദൈവം നന്മയും കരുണയും വർഷിക്കും. കർത്താവിനെ തങ്ങളുടെ ഇടയനായിട്ട് കാണുന്നവർ, ഇടയനായി നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു കുറവും വരത്തില്ലെന്നാണ് സങ്കീർത്തകൻ പറയുക. ദൈവത്തെ ഇടയനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കർത്താവ് ഇടയനാണെങ്കിൽ നമ്മൾ ആ ഇടയൻ്റെ ആടുകളായിരിക്കണം. ആടുകളെന്ന് പറഞ്ഞാൽ ഇടയനെ അറിയുന്ന, അനുസരിക്കുന്ന, അനുഗമിക്കുന്ന ആടുകൾ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ദൈവാനുഗ്രഹത്തിന് യോഗ്യരാകാതിരിക്കുമോ? ഇടയനെ അനുസരിക്കാനും അറിയാനും അനുഗമിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ നല്ല ആടുകൾ ചെയ്യുന്ന അതാണ്. ഇടയനിലേക്ക് നോക്കി ആ ഇടയനെ അവർക്കറിയാം. വ്യാജ ഇടയന്മാരിൽ നിന്നും സ്വന്തം ഇടയനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇടയൻ്റെ സ്വരം അവർക്ക് കേൾക്കാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ആ ഇടയൻ വിളിക്കുന്ന അനുസരിച്ച് ഇടയനെ അനുഗമിക്കാൻ അവർക്ക് സാധിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവരായി മാറും, കൽപ്പനകൾ അനുസരിക്കുന്നവരായി മാറും, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരായി മാറും. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒഴുകി വരും എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 23 6 വചനം. മത്തായി 6:25 വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ അറിയാത്തതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തെ അറിയാത്തത്. ദൈവത്തെ അറിഞ്ഞാൽ ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്, ആ ദൈവം എങ്ങനെയാണ് നമ്മളെ കാണുക, ആ ദൈവം എത്രമാത്രമാണ് നമ്മളെ സഹായിക്കുക, ഇതെല്ലാം അറിഞ്ഞാൽ, യേശു തന്നെ പറഞ്ഞൊരു കാര്യം, ഈ ദൈവത്തെ അറിഞ്ഞാൽ ദൈവ പരിപാലനയിൽ നിങ്ങൾ നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്നവർക്ക് ടെൻഷൻ ഉണ്ടാകത്തില്ല. താ പറഞ്ഞെന്താ, നിങ്ങളൊന്ന് നോക്കിയേ പുറത്തോട്ട്, അവിടെ ഈ ലില്ലികൾ നിൽക്കുന്നത് കണ്ടില്ലേ? നിങ്ങളൊന്ന് നോക്കിയേ ആകാശത്തേക്ക്, പക്ഷികൾ പറക്കുന്നത് കാണുന്നില്ലേ? അവയെ എത്ര കാര്യമായിട്ട് സ്വർഗസ്നായ പിതാവ് പരിപാലിക്കുന്നു, തീറ്റിപ്പോറ്റുന്നു, അത് മനോഹരമാക്കുന്നു. ഇന്നുള്ളത് നാളെ തീയിലെറിയപ്പെടുന്നതുമായ ഇവയെ ദൈവം ഇത്രമാത്രം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമോ? നിങ്ങൾ സ്വന്തം മക്കളാ, ദൈവത്തിൻ്റെ മക്കള്. നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിത്യമായി ജീവിക്കേണ്ട ഒരു ആത്മാവ് നിങ്ങളിലുണ്ട്. ആ നിങ്ങളെ ദൈവം തീറ്റിപ്പൊട്ടാതിരിക്കോ? ദൈവം സംരക്ഷിക്കാതിരിക്കോ? ദൈവം അലങ്കരിക്കാതിരിക്കോ? ഇതൊക്കെയാണ് യേശു തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ. അത് നമ്മൾ കാണുന്നത് മത്തായി 6:25 മുതൽ വായിക്കുമ്പോൾ ദൈവ പരിപാലന എന്ന തലക്കെട്ടിന് താഴെ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സങ്കീർത്തനം 98 3 വചനം കൂടി എടുക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ കാണുകയാണ്, ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും അവർ അനുസ്മരിച്ചില്ല. വീണ്ടും നമ്മൾ കാണുകയാണ്, കരുണയും വിശ്വസ്തതയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന് വചനം സ്ഥാപിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 103 4 വചനം എടുത്താൽ, ദൈവം സ്നേഹവും കരുണയും കൊണ്ട് നമ്മെ കിരീടമണിയിക്കുന്നു. ദൈവമക്കളായി നമ്മൾ നോക്കേണ്ടത് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന, വേണേ എന്തെങ്കിലും പദവി കിട്ടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടാവുന്ന ഒരു തൊപ്പിയാണോ?
അതിനേക്കാൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കിരീടത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 103:4 വചനം. സ്നേഹവും കരുണയും ചേർന്ന ഒരു കിരീടം, അതാണ് ക്രിസ്ത്യാനിക്ക് ഭൂഷണമാകുക. ഈ ഒരു കിരീടമാണ് നമ്മളെല്ലാവരും വിലമതിക്കേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 3-ാമത്തെ വചനമെടുത്താൽ വീണ്ടും നമ്മൾ കാണുകയാണ് ഈ കരുണയും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് വചനഭാഗങ്ങളാണ് ഈ വചനഭാഗങ്ങളെല്ലാം. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയത്തിൽ രേഖപ്പെടുത്തുക. കരുണയും വിശ്വസ്തതയും നമുക്ക് അലങ്കാരമായി മാറേണ്ട, ആഭരണമായി മാറേണ്ട, അഴകായിട്ട് മാറേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കരുണ, വിശ്വസ്തത, ഇവ നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലേലും വിശേഷ വസ്ത്രങ്ങളൊന്നും ഇല്ലേലും നമ്മൾ മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവത്താൽ അലങ്കരിക്കപ്പെട്ട ഒരവസ്ഥയായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അലങ്കാരം എന്തായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. ദൈവത്തിൻ്റെ കരുണ അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നത് അത് നമ്മൾ നേരെ ചൊവ്വേ ജീവിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. ദൈവം നമ്മെ കരുതുന്നതിൻ്റെ, ദൈവത്തെ നമ്മൾ മാനിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട് ശരിക്കും നമുക്ക് അലങ്കാരമായി മാറേണ്ടത് ആന്തരിക സൗന്ദര്യം. അതിനാണ് ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഇതെപ്പോഴുണ്ടാകും എന്നുള്ളതും ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിനെ അണിയുമ്പോൾ, ഈ ആത്മാവിനെ അണിഞ്ഞാൽ അണിഞ്ഞവരിൽ പ്രകടമാകുന്ന 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശാന്തത, സ്വസ്ഥത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ ദൈവാത്മാവ് നമ്മളിലുണ്ട്, ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സഹനത്തിൻ്റെ നടുവിലും ആനന്ദം നമ്മൾ പ്രകടമാകും. ആനന്ദം അതാണ് നമുക്ക് മുഖമുദ്രയായി മാറേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 16:11 അവിടെ പറഞ്ഞിരിക്കുകയാണ് കരുണയും കോപവും കർത്താവിൻ്റെ കൂടെയുണ്ട്. കരുണയും എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നീതിമാനായ ദൈവമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പാപത്തിന് അർഹമായ ശിക്ഷ ഉണ്ടാവും. പക്ഷേ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. നമ്മൾ അനുദപിച്ച് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും കർത്താവ് നമ്മുടെ പാപങ്ങൾ, പഴയ പാപങ്ങൾ ഓർത്തിരിക്കത്തില്ല. യെശയ്യാ 43:25 പറയുന്നുണ്ട്, നിന്റെ ഇന്നലകളിലെ പാപങ്ങൾ, അവിശ്വസ്തത ഇനി ഒരിക്കലും ഞാൻ ഓർത്തിരിക്കില്ല. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വലിയ ആശ്വാസം, സമാധാനം തരണം. ദൈവത്തിൻ്റെ കരുണയെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വചനങ്ങളിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം തിരുത്തുവാൻ തീരുമാനമെടുത്ത്, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ